അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ഫർളിൻ്റെ അഹ്ലുകാർ എന്ന് പറയുന്ന നിശ്ചിത വിഹിതക്കാർ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെയും അവർക്ക് കിട്ടുന്ന വിഹിതങ്ങളാണ് പറയുന്നത്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാൾ മരിച്ചാൽ 3-2, 3-1, 6-1, 8-1, അങ്ങനെ കുറച്ച് ആളുകളുണ്ട് വാങ്ങുന്നത്. ഒരാൾ മരിച്ചാൽ നമ്മൾ പരിശോധിക്കേണ്ടതും അതാണ്, ഫർദിൻ്റെ ആൾക്കാർ ആരാളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഒരുപാട് അവകാശികളുണ്ടാകും. എല്ലാവർക്കും കിട്ടുമെന്നല്ല, മുൻഗണനാക്രമത്തിൽ കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മകനുണ്ടെങ്കിൽ മകന് കിട്ടും, പക്ഷെ മകൻ്റെ മകനപ്പം കിട്ടൂല. ഉപ്പിമ്മയൊത്ത സഹോദരൻ ഉണ്ടെങ്കിൽ ഉപ്പത്തെ സഹോദരന് കിട്ടില്ല. വാപ്പുണ്ടെങ്കിൽ വല്യാപ്പാക്ക് കിട്ടൂല, പക്ഷെ നമ്മുടെ വാപ്പാനും വല്യാപ്പാനും അവകാശികളിൽ പറയും. അൽ ഫുറൂദുൽ മുഖദ്ദറത്ത് ഫീ കിതാബില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ കണക്കാക്കപ്പെട്ട ഫർളുകൾ 6 എണ്ണമാണ്. സുലുസാനി 3-2. 3-2 എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ. 2/1 എന്ന് ഉപയോഗിക്കാം. നിസ്ഫ് പകുതി, ഹാഫ്. റുബ് 4-1, അത് 1/4. വസുമുന് 8-1, 1/8. സുലുസ് 3-1, സുദുസ് 6-1. അപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളെ സ്വത്തിൻ്റെ 6-1 വാങ്ങുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഉപ്പാപ്പ ഉമ്മാമൊക്കെ 6-1 വാങ്ങുന്ന ആളുകളാണ്. അതുപോലെ 3-1 വാങ്ങുന്ന ആളുകളുണ്ടാകും, 8-1 വാങ്ങുന്ന ആളുകളുണ്ടാകും, 4-1 വാങ്ങുന്നവരുണ്ടാകും. ഓക്കെ. സുലുസാനിയാണ് 3-2 വാങ്ങുന്നവർ. ഇപ്പോൾ 3 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 2 ലക്ഷം റുപ്യ കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? 4 പേരുണ്ട്. ഫർളു അർബഅത്തി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു സ്വത്ത് വാങ്ങുമ്പോൾ ഒരാളാകുമ്പം ഉള്ള സ്വത്ത് മതിയാവില്ല, 2 ആളാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഉദാഹരണത്തിന് ഒരാൾ മരിച്ചപ്പോൾ ഒരു മകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പകുതി ഉണ്ടാവുള്ളൂ. പക്ഷെ 2 മകളാകുമ്പോൾ പകുതി പോരല്ലോ, 3-2 വേണം. അപ്പോൾ ഒരാൾ മരിച്ചു, ആകെ 3 ലക്ഷം റുപ്യയാണ് അയാൾ ആസ്തി. എന്നാൽ ഒരു മകളെ ഉള്ളെങ്കിൽ മകൾക്ക് എത്ര കിട്ടുക? 1.5 ലക്ഷം മകൾക്ക് കിട്ടും, ബാക്കി 1.5 പിന്നെ മറ്റുള്ളവർക്കായിരിക്കും. പക്ഷെ 2 പെൺകുട്ടികളുണ്ടെങ്കിലോ 3-2 കിട്ടും. 3 ലക്ഷത്തിൻ്റെ 3-2 എത്ര? 3-2 എന്ന് പറഞ്ഞാൽ 3 ഭാഗമാക്കി ഓഹരി ചെയ്ത് അത് 2 ഭാഗം നടത്തും. അപ്പോൾ 2 ലക്ഷം റുപ്യ ഉണ്ടാവും. അപ്പോൾ കുറയും. ഒരു മകളാകുമ്പോൾ 1.5 ലക്ഷം കിട്ടും, 2 പെൺകുട്ടികളാകുമ്പോൾ 2 ലക്ഷം കിട്ടും. അപ്പോൾ ഒരാൾക്ക് 1 ലക്ഷമായി കുറഞ്ഞു. ഇനി 4 പെൺകുട്ടികളുണ്ടെങ്കിലോ അപ്പോഴും അങ്ങനെ തന്നെ 2 ലക്ഷം റുപ്യ കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന വിഹിതത്തിൽ കുറവുണ്ടാകും, 50,000 രൂപയായിട്ട് മാറും. 4 പെൺകുട്ടികളില്ലേ, 2 ലക്ഷം റുപ്യ അവർ ഓഹരി ചെയ്തെടുക്കണ്ടേ? അപ്പോൾ സുലുസാനി ഫർളു അർബഅത്തി ലിസ്നൈനി ഫാക്സറ മിൻ ബിൻതിൻ വ ബിൻത് ബിൻ വ ഉഖ്തിൻ ലിഅ ബൈനി ഔലിയ ബിൻ. 4 ആൾക്കാരായി. 1 മകളെ കൂട്ടിക്കോ, 1-ലധികം പെൺകുട്ടികൾ 1. എഴുതി വെക്ക്. 3-2 ആരുടെ വിഹിതങ്ങൾ? 3-2 അവകാശികൾ എന്ന് ഹെഡിങ് ഇടാം, അല്ലേ? നമ്പർ 1, 1-ലധികം പെൺമക്കൾ. 6 പെൺമക്കളാണ് മരിച്ച ആളെ, 1-ലധികം പെൺമക്കൾ. നമ്പർ 2, മകൻ്റെ 1-ലധികം പെൺമക്കൾ. മരിച്ച മയ്യത്തിൻ്റെ മകൻ്റെ 1-ലധികം പെൺമക്കൾ. എഴുതി വച്ചില്ലേ? നമ്പർ 3, ഉഖ്തുല്ലി അബവൈനി, മയ്യത്തിൻ്റെ ഒത്ത സഹോദരി, 1-ലധികം സഹോദരി. ഒത്ത സഹോദരിയാണ് മാതാവും പിതാവും ഒത്ത 1-ലധികം സഹോദരിമാർ. മയ്യത്തിൻ്റെ മാതാവിലും പിതാവിലും ഉള്ള 1-ലധികം സഹോദരിമാർ. 4, മയ്യത്തിൻ്റെ പിതാവിലുള്ള 1-ലധികം സഹോദരിമാർ. അപ്പോൾ ഇവിടങ്ങൾ പിതാവിലുള്ള അഥവാ പിതാവൊത്ത 1-ലധികം സഹോദരിമാർ. 4 ആൾക്കാരായില്ലേ? ഒരാൾക്കല്ലട്ടെ, 2-2 കൂടുതൽ. ഇനി 10 ആയാലും 25 ആയാലും 3-2 കിട്ടുക. ഈ പിതാവത്ത സഹോദരിമാരൊക്കെ ഉണ്ടായാലും അപ്പ 2 കല്യാണം കഴിക്കുമ്പോഴാണ്, അപ്പാക്ക് വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ മാതാവും പിതാവത്ത സഹോദരി എന്നാണ് പറയാം. ഉമ്മാനെ 2 കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടികളുണ്ടാകുമ്പോഴാണ് ഉമ്മത്തെ സഹോദരി ഉണ്ടാവുക.
സഹോദരനൊക്കെ ഉണ്ടാവും. ഏതായാലും പെൺകുട്ടികൾ മാത്രമാകുമ്പോഴാണ് ഈ പറയുന്നത് 3, 2 എന്ന്. അതേ സമയത്ത് ഇവരെ കൂടെ ഒരാണുണ്ടെങ്കിൽ, ഒരാൺതുണ ഉണ്ടെങ്കിൽ, മകളെ കൂടെ മകനുണ്ട്, മകൻ്റെ മകളെ കൂടെ മകൻ്റെ മകനുണ്ട്, വാപ്പിമ്മയത്ത സഹോദരി കൂടെ സഹോദരനുണ്ട്, അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരനുണ്ട്, ഇങ്ങനെ സഹോദരൻ ഉണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ 3, 2 എന്നതല്ല നിയമം. പിന്നെ ആ നിയമം മാറി. അപ്പോൾ പിന്നെ നിയമം എന്താണെന്നറിയോ പറയുന്നുണ്ട് പിന്നീട്. ഇപ്പോൾ ഒരു മകനുണ്ട് മകളും ഉണ്ട് നിൽക്കുക, മൊത്തം സ്വത്ത് അവർക്ക് തന്നെ, പകുതി മുക്കാലിയൊന്നും വെക്കണ്ട, മൊത്തം സ്വത്ത് അവർക്ക് തന്നെ. അല്ലെങ്കിൽ വാപ്പുണ്ടെങ്കിൽ വാപ്പ കൊടുക്കേണ്ടി വരും. എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ ആണിന് കിട്ടുന്നതിൻ്റെ പകുതി എന്ന രീതിയിൽ ഓരി വെക്കുകയാണ് വേണ്ടത്. ഇവരെ കൂടെ ആണുണ്ടെങ്കിൽ ആണിന് പെണ്ണിൻ്റെ ഇരട്ടി എന്ന രീതിയിൽ ഓഹരി ചെയ്യാണ് വേണ്ടത്. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. നോക്കൂ, വാസബ കുല്ലമിനൽ ബിൻതിയോ ബിൻതിലിബിനി വക്തിരി അബിനി ഔലി അബി, ഇവരെയൊക്കെ അസബ എന്ന കാറ്റഗറിയിൽ പെടുത്തും. അഹുൻ ഇവരുടെ ഒരു സഹോദരൻ. ഇവരുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ മകളെ സഹോദരനാരാ? മകൻ. മകൻ്റെ മകളെ സഹോദരനാരാ? പേരമകൻ. ഏത് സഹോദരൻ? അതേ കാറ്റഗറിയിലുള്ള സാവാലഹൂഫി റുത്ബത്തി വല്ലിതിലായി, പദവിയിലും മയ്യത്തിനോടുള്ള അടുപ്പത്തിലും തുല്യമായി നിൽക്കുന്ന സാവാലുഹു. അഹുൻ ഒരു സഹോദരൻ, സാവാലുഹു ഇവരോട് തുല്യത പാലിക്കുന്ന ഫിർ റുത്ബത്തി പദവിയിലും ഉദാഹരണത്തിന് സാഹോദര്യം. ഇപ്പോൾ സാഹോദര്യം എന്നതിന് 2 പദവിയായിട്ട് നമ്മൾ കൂട്ടിയില്ലേ? വാപ്പിമ്യത്തെ സഹോദരൻ, വാപ്പത്തെ സഹോദരൻ എന്ന് പറഞ്ഞല്ലോ. അതാണ് പദവിയിൽ തുല്യമായ എന്ന് പറയുന്നത്. ഇപ്പോൾ വാപ്പിമ്യത്തെ സഹോദരിൻ്റെ കൂടെ വാപ്പത്തെ സഹോദരൻ ഉണ്ടാകുമ്പോൾ റുത്തുബയിൽ തുല്യമായിട്ടില്ല. അപ്പോൾ വാപ്പിമ്യത്തെ സഹോദരൻ്റെ കൂടെ വാപ്പിമ്യത്തെ സഹോദരൻ ഉണ്ടാകണം. ഇതിലായി മയ്യത്തിനോടുള്ള അടുപ്പത്തിലും. ഇപ്പോൾ മകൻ്റെ മകളുണ്ട്, പക്ഷേ മകൻ്റെ മകനാണ് ഉള്ളത് എങ്കിൽ അവിടെ മയ്യത്തിനോടുള്ള അടുപ്പത്തിൽ തുല്യമല്ലല്ലോ. എന്തുകൊണ്ട്? മകൻ്റെ മകൾ 2ാമത്തെ പദവിയിലാണ് വരുന്നത്, 2ാമതായിട്ടാണ് അടുത്ത് വരുന്നത്. മകൻ്റെ മകനോ 3ാമത്തെ ശ്രേണിയിലാണ് വരുന്നത്. അപ്പോൾ റുത്ബയിലും ഇതിലും തുല്യമായി നിൽക്കുന്ന സഹോദരൻ ഇവരെ അസബയാക്കും. അസബയാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3, 2 എന്ന വിഹിതമല്ല ഉണ്ടാവുക, മറിച്ച് സ്വത്ത് ബാക്കിയുള്ളത് പങ്കിട്ടെടുക്കുക എന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പദവിയിലും റുത്ബയിലും തുല്യമാകണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫലാ യുഅസ്സിബു ബിനുൽ ഇബിനി, മകൻ്റെ മകൻ അസബയാക്കൂല അൽ ബിൻത, മകളെ. ഓക്കെ, കാരണം മകളെ അസബയാക്കൽ മകൻ മാത്രമാണ്, മകൻ്റെ മകന് പദവി താഴ്ന്നു പോയി. വലബിനു ബിനിൽ ഇബിനി, മകൻ്റെ മകൻ അസബയാക്കൂല ബിൻത ബിനിൻ, മകൻ്റെ മകളെ. പിന്നെ മകൻ്റെ മകളെ അസബയാക്കൽ മകൻ്റെ മകനായിരിക്കണം, തുല്യമായിരിക്കണം. ഈ അദമിൽ മുസാവാത്തി ഫിർ റുത്ബത്തി, പദവിയിൽ തുല്യമല്ലാത്തത് കൊണ്ട്. ഈ അദമിൽ മുസാവാത്തി ഫിർ റുത്ബത്തി. വലാ യുഅസ്സിബുൽ അഹുലി അബവൈനി. ഇനി മറ്റൊന്ന് മയ്യത്തിനോടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയാണ്. വലാ യുഅസ്സിബുൽ അഹുലി അബവൈനി, മാതാവും പിതാവും ഒത്ത സഹോദരൻ അസബയാക്കൂല അൽ ഉഖ്തലി അബിൻ, വാപ്പത്തെ സഹോദരി അസബയാക്കൂല. കാരണം ഒന്ന് വാപ്പിമ്മത്തെ സഹോദരനാണ്, മറ്റത് വാപ്പത്തെ സഹോദരിയാണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ വാപ്പിമ്മത്തെ സഹോദരൻ ഉണ്ടാകുമ്പോൾ വാപ്പത്തെ സഹോദരിക്കൊന്നും കിട്ടൂല. വലാ യുഅസ്സിബുൽ അഹുലി അബവൈനി, മാതാവും പിതാവും ഒത്ത സഹോദരൻ അസബയാക്കൂല അൽ ഉഖ്തലി അബിൻ, പിതാവൊത്ത സഹോദരിയെ. അപ്പം സഹോദരി അസബയാക്കൂല എന്ന് മാത്രമല്ല, സഹോദരിക്കൊന്നും കിട്ടുന്നല്ല. കാരണം മാതാവും പിതാവും മൊത്ത സഹോദരൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ താഴെയാണ് ആരുള്ളത്? വാപ്പത്തെ സഹോദരി ഉള്ളത്. സഹോദരനും അങ്ങനെ തന്നെ. വലൽ അഹു ലി അബിൻ, അതേമാതിരി വാപ്പത്തെ സഹോദരൻ അസബയാക്കൂല അൽ ഉഖ്തലി അബവൈനി, മാതാവും പിതാവും ഒത്ത സഹോദരിയെ. പിന്നെ മാതാവും പിതാവും ഒത്ത സഹോദരിയെ താഴെയുള്ള പിതാവത്തെ സഹോദരൻ അസബയാക്കൂല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ഉണ്ടാകുക? അത് പിന്നെ പറയുന്നുണ്ട്, ഉഖ്തുൽ അബവൈനി എന്ന ആൾക്ക് പകുതി കിട്ടും, ബാക്കി അഹുലിയാബിന് കിട്ടുക ചെയ്യുക, അസബയാക്കൂല.
ഈ ആദമിൽ മുസാവാത്ത് ഫിലിദിലായി മയ്യത്തിനോടുള്ള അടുപ്പത്തിൽ തുല്യതയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ തസാവയാ റുത്തുബത്തി റുത്തുബയിൽ തുല്യമാണ്. കാരണം സഹോദരൻ സഹോദരി എന്ന രീതിയിൽ റുത്തുബയിൽ പദവി രണ്ടുപേരും തുല്യമാണെങ്കിലും മയ്യത്തിനോടുള്ള അടുപ്പത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളെ വാപ്പിമ്മത്തെ സഹോദരൻ്റെ അത്ര അടുപ്പമല്ലല്ലോ വാപ്പത്തെ സഹോദരന്, ഉമ്മ വേറല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കൊന്നുകൂടെ തിരിച്ചു വരുന്നു. ഈ 4 ആളുകൾക്ക് 3-2 കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ 3-2 കിട്ടുമെന്നല്ലല്ലോ അർത്ഥം. അതെങ്ങനെ നടക്കുക? എല്ലാവർക്കും കൂടെ ഒരുക്കുണ്ടാവും. 3-2 എല്ലാവരും കൂടി ഒരുച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും തികയോ? ഒന്നിലധികം പെൺകുട്ടികളുണ്ട്, അവർക്ക് 3-2 കൊടുത്തു. ഒന്നിലധികം സഹോദരിമാരുണ്ട്, മയ്യത്തിൻ്റെന്നൊക്കെ കൂട്ടി കൊടുക്കണം. അങ്ങനെ ഇത് വരരുത്. മയ്യത്തിന് 1-ലധികം സഹോദരിമാരുണ്ട്, അവർക്ക് 3-2 കൂടി കൊടുത്താൽ തികയോ? ആകെ 3 ലക്ഷം ഉള്ളത്. അപ്പോൾ 1-ലധികം പെൺകുട്ടികളുണ്ടാകുമ്പോൾ 3-2 ലക്ഷം പെൺകുട്ടികൾ കൊടുത്തു. ഇനി 1-ലധികം സഹോദരിമാരുണ്ട്, അവർക്ക് 3-2 കൊടുക്കുമ്പോൾ പിന്നെ 4 ലക്ഷം വേണ്ടി വരില്ലേ? അതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ 2 ടീമും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുക? അസബയാകും. ആരാ അസബയാകുക? മകളും മകൻ്റെ മകളും സഹോദരിമാരെ അസബയാക്കും. അസബയാക്കും എന്ന് പറഞ്ഞാൽ ഇവരതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഏത്? പെൺകുട്ടികളുടേത് അല്ലെങ്കിൽ മകൻ്റെ മക്കൾ പെൺകുട്ടികൾ എടുത്തതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ആർക്ക്? സഹോദരിമാർക്ക് കിട്ടുള്ളൂ. ബാക്കിയൊന്നുമില്ലെങ്കിൽ കിട്ടൂല. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മാന വഅസബൽ ഉഖറയൈനി, അവസാനം പറഞ്ഞ 2 പേരെ ഉഖ്തുൽ അബവൈനിയെയും ഉഖ്തുൽ അബിനെയും അസബയാക്കും. അൽ ഊലയാനി, ആദ്യം പറഞ്ഞ 2 പേര്. അത് 2 പറഞ്ഞ ആളെ ബിൻതും ബിൻതുബിനും അസബയാക്കും എന്ന് പറഞ്ഞതിന് വിശദീകരണം എന്നില്ലാണ്, ശ്രദ്ധിക്കണം. ഒരു മാന ആശയം അന്നൽ ഉഖ്തുൽ ഔലിയബിൻ, ഉഖ്തുൽ അബവൈനിയും ഉഖ്തുൽ അബും മാൽ ബിൻതി അവി ബിൻതി ബിനി, മകളെ കൂടെ വരുമ്പോഴോ മകൻ്റെ മകളെ കൂടെ വരുമ്പോഴോ തക്കൂനു അസബത്തൻ, അസബയാകും. അസബയാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മകളെ കൂടെ സഹോദരിമാർ വരുമ്പോൾ സഹോദരിമാർക്ക് 3-2 ഇല്ല, അസബയാകും. മകൻ്റെ മകളെ കൂടെ മയ്യത്തിൻ്റെ സഹോദരിമാർ വരുമ്പോൾ 3-2 ഉണ്ടാകൂല, അസബയാകും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ചെറിയൊരു വിശദീകരണം. അപ്പോൾ തുസ്ഖിതു ഉഖ്തുൽ അബവൈനി, അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഉഖ്തുൽ അബവൈനിയുടെ വിഹിതത്തെ നഷ്ടപ്പെടുത്തും. തുസ്ഖിതു ഉഖ്തുൽ അബവൈനി, ഉഖ്തുൽ അബവൈനി നഷ്ടപ്പെടുത്തും. ഇജ്തമാഅത്ത് മാ ബിൻതിൻ ഔ ബിൻതി ബിനിൻ, മകളെ കൂടെയോ മകൻ്റെ മകളയുടെ കൂടെയോ ഉഖ്തുൽ അബവൈനി വന്നാൽ ആരുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തും? അഹല്യ ബിൻ, പിതാവത്ത സഹോദരൻ്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മകളും സഹോദരിയും ഒരുമിച്ച് കൂടിയാൽ മകളും സഹോദരി ഒരുമിച്ച് കൂടിയാൽ മകളത് കഴിഞ്ഞാൽ ബാക്കി ആർക്കാണ്? സഹോദരിക്കാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ബാക്കിയൊക്കെ അവരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വാപ്പത്തെ സഹോദരന് വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വാപ്പത്തെ സഹോദരനൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മകൾ പകുതി എടുത്തു. ഒരു മകളാണെങ്കിൽ പകുതി എടുത്തു വരുന്നുണ്ട്, ഒരു മകളാണെങ്കിൽ പകുതിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ 2 മകളാണെങ്കിൽ 3-2 എടുത്തു. പിന്നെ ബാക്കി ആർക്കാ? ഉഖ്തുൽ അബവൈനിക്കാണ്. അസബയായില്ലേ? അസബ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എടുക്കുന്ന ആൾ എന്നല്ലേ ഇവിടെ. അപ്പോൾ പിന്നെ ഇനി ഉഖ്തുൽ അബവൈൻ്റെയും താഴെ പദവിയിലുള്ള അഹുൽ അബിന് എന്തുണ്ടാവില്ല? സ്വത്ത് ഉണ്ടാവില്ല. ഇപ്പം മകൻ അസബല്ലേ, മകനുണ്ടാവുമ്പോൾ മകൻ്റെ മകന് സ്വത്ത് കിട്ടുമോ? കിട്ടൂല. കാരണം അസബാക്കാരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്വത്തൊക്കെ എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ മകനൊക്കെ എടുത്തു, ഇനി മകൻ്റെ മകനില്ല എന്നതുപോലെ. അപ്പോൾ തുസ്ഖിതു ഉഖ്തുൽ അബവൈനി, ഉഖ്തുൽ അബവൈനി അവകാശത്തെ നഷ്ടപ്പെടുത്തും. ഏത് ഉഖ്തുൽ അബവൈനി? അതിൻ്റെ സിഫത്ത് ഇജ്തമാഅത്ത് മാ ബിൻതിൻ ഔ ബിൻതി ബിനിൻ, മകളെ കൂടെയോ മകൻ്റെ മകളെ കൂടെയോ ഒരുമിച്ച് കൂടിയ ഉഖ്തുൽ അബവൈനി അവകാശം നഷ്ടപ്പെടുത്തും. ആരുടെ അവകാശം? അതിന് മഫൂല്, തുസ്ഖിത്തുവിന് മഫൂല്. അഹല്യാബിൻ, അഹുല്യാബുവിനെ നഷ്ടപ്പെടുത്തും, ഒഴിവാക്കും. ഇതുപോലെ കമാ യസ്ഖുത്തുല്ലാഹു അൽ അഹല്യാബിൻ, ആപ്പിയും മാതാവും പിതാവും മൊത്ത സഹോദരൻ ഉണ്ടാക്കുമ്പം ആരെ?
നഷ്ടപ്പെടുത്തുന്നുണ്ട്. അല്ല അഹുല്യാബിൻ, അഹുല്യാബിനെ ഒഴിവാക്കുന്നത് പോലെ അഹുല്യാബീൻ ഉണ്ടെങ്കിൽ അഹുല്യാബിന് സ്വത്ത് കിട്ടുമോ? ഇല്ല. ഓക്കെ, നിങ്ങൾ നോട്ടൊന്ന് എടുക്കണേ. നിങ്ങൾ എഴുതുക ഈ അസുബയാകുന്ന രീതി, ഒരു സ്വത്ത് ഒരുക്കുന്ന രീതി. 2 പെൺകുട്ടികൾ, 2+ പെൺകുട്ടികൾ എഴുതിയാ. അതിൻ്റെ നേരെ അടിയിൽ ഉഖ്തുല്യാബവൈനി. അതിൻ്റെ സ്വത്ത് എങ്ങനെ ഒരുക്കാന്നറിയോ? പെൺകുട്ടികൾക്ക് 3-2, ഉഖ്തിന് ബാക്കി. ഇനി എഴുതിക്കോ, ഒരു പെൺകുട്ടി, ഒരു ഉഖ്തുല്യാബ്, ഒന്നോ ഒന്നിലധികമോ ഉഖ്തുല്യാബവൈനി, അബവൈനി കേട്ടോ, ഒന്നോ ഒന്നിലധികമോ ഉഖ്തുല്യാബവൈനി. സ്വത്തെങ്ങനെ ഒരുക്കുക? ഒരു പെൺകുട്ടിക്ക് പകുതി, ബാക്കി ഉഖ്തുല്യാബവൈനിക്ക് അത്രേ പകുതി. പകുതി എന്ന രീതിയിലുള്ള കിട്ടുക, അസബയാണല്ലോ, ബാക്കി എന്ന രീതിയിൽ പകുതി കിട്ടും. ഓക്കെ, ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ ഞാൻ മത്തിനെ നടത്തും വെക്കാൽ ഫുറൂദു ഫി കിതാബില്ലാഹി സുലുസാനി, അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഫർദുകൾ ഏതൊക്കെയാണ്? സുലുസാനി 3-2. അതിൽ ഇസ്നൈനി, 2-2 കൂടുതൽ ആളുകൾക്കുമാണ്. ഏതാ 2? ആരൊക്കെ? മകളിൽ നിന്നോ മകൻ്റെ മകളിൽ നിന്നോ, ഉഖ്തുല്യാബവീൻ മാതാവും പിതാവുമൊത്ത സഹോദരിമാരിൽ നിന്നോ, അല്ലെങ്കിൽ പിതാവത്ത സഹോദരിമാരിൽ നിന്നോ. വാസബ കുല്ലൻ, ഇവർ ഓരോരുത്തരെയും അസബയാക്കുന്നതാണ് അഹുൻ സാവ, അവരുടെ അതേ തുല്യ പദവിയിൽ നിൽക്കുന്ന സഹോദരൻ. അപ്പോൾ ഇവർക്ക് 3-2 എന്ന വിഹിതമല്ല ഉണ്ടാവുക, സഹോദരൻ്റെ കൂടെ സ്വത്ത് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക എന്നർത്ഥം. ഇനി വാസബ ലൂഖ്റൈനി, അവസാനം പറഞ്ഞ 2 ടീമിനെ അസബയാക്കും. അലൂലയാനി, ആദ്യം പറഞ്ഞ 2 ആൾ, മകളും മകൻ്റെ മകളും. അപ്പോൾ മകളും മകൻ്റെ മകൾക്കും ഫർളുണ്ടാകും. അത് കഴിച്ചിട്ട് ബാക്കി ആർക്കുണ്ടാകും? സഹോദരിമാർക്കുണ്ടാകും എന്നർത്ഥം. അതാണ് അസബയാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാൾക്ക് തന്നെ അസബ എന്നുള്ള പദവി ചിലപ്പം വരും, ഫർദിൻ്റെ ആളുകൾ എന്ന പദവിയും വരും. ഒക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഒരാളാകുന്നതിനും 2 ആളുന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നാഫിയായ നൽകട്ടെ. ശരിക്കും പഠിക്കണം നിങ്ങൾ. ഈ അനന്തരാവകാശമൊക്കെ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ടീം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു എന്നെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.